നമുക്കറിയാം, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നിരന്തരമായ ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സ്വഭാവം നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം തെരഞ്ഞെടുത്തതാണ് നമ്മുടെ മാതാപിതാക്കൾ. ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷകരായി വ്യാപരിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷകനായി, ദോഷമില്ലാത്തവനായി ജീവിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും എന്നാണ് ഈ ദാവീദ് ചോദിക്കുന്നത്. അതും തനിക്കെതിരെ ശത്രുത മാത്രം ചെയ്തവൻ, തന്നെ കൊല്ലാൻ നടക്കുന്നവൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് തന്ന നമ്മുടെ അപ്പനും അമ്മയും, അത് സ്വർഗത്തിൽ ഏറ്റവും പരമോന്നതമായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെതിരെ കരമുയർത്തിയിട്ട്, സ്വരമുയർത്തിയിട്ട് നിർദോഷകരായി വ്യാപരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഇവരിറങ്ങിപ്പോയി, ഒരു കുടുംബം ഇറങ്ങിപ്പോയി, ഭാര്യ ഭർത്താവ് ഇറങ്ങിപ്പോയി. പ്രായമായ തളർന്നു കിടക്കുന്ന അമ്മേനെ വീട്ടിലിട്ടിട്ട് ഇവർ ഇറങ്ങിപ്പോയി. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അവള് പറഞ്ഞാണ്, മരുമകള് പറഞ്ഞാണ്, ഈ തള്ളയുടെ കൂടെ ജീവിക്കാൻ ആർക്ക് പറ്റുവെച്ചാ? ഈ തള്ളയുടെ വായന്ന് വരുന്ന സ്വഭാവവും തള്ളയുടെ സംസാരവും സ്വഭാവവും ഒക്കെ എങ്ങനെ ഈ തള്ളയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? തളർന്നു കിടക്കുക. ആരുടെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ സഹോദരിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ആ ഒരു അവസ്ഥയിൽ ഭർത്താവിനെ മക്കളെ വിളിച്ചുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ന്യായീകരം പറഞ്ഞാണ്, അമ്മയുടെ വായെന്ന് വരുന്ന വാക്കും സംസാരമൊക്കെ അത്ര കണ്ട് വിശിഷ്ടമല്ലാത്തതുകൊണ്ട് എങ്ങനെ ഇതിൻ്റെ കൂടെ താമസിക്കാൻ പറ്റുമെന്ന്. തന്നെ കൊല്ലാൻ നടക്കുന്ന ശത്രുവെന്ന് മുദ്രകുത്തപ്പെട്ട സാവൂളിനെ കൈത്തുമ്പിൽ, വിരൽത്തുമ്പിൽ കിട്ടിയിട്ടും അവനെതിരെ തിന്മ നിരൂപിക്കാതെ, തിന്മ ചെയ്യാതെ ഇത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദാവീദ് അവനെ വെറുതെ വിട്ടെങ്കിൽ, നമ്മുടെ കൺമുമ്പിൽ ദൈവം തെരഞ്ഞെടുത്തവരിലെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും വീഴ്ചകളും കാണുമ്പോൾ ദൈവത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ വിടാൻ തക്ക വിധത്തിലുള്ള ഒരു ആത്മീയ പരിശുദ്ധി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എൻ്റെ അപ്പനും അമ്മയ്ക്കും കുറവുള്ളതുപോലെ തന്നെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ പെർഫെക്റ്റ് ആയിരുന്നില്ല. അപ്പസ്തോലന്മാരുടെ ലിസ്റ്റ് നോക്കിയാൽ നമുക്കറിയാം, അവരാരും പെർഫെക്റ്റ് ആയിരുന്നില്ല. സമൂഹത്തിൽ വിലയോ ഉള്ളവരായിരുന്നില്ല. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ കുറവുകളുണ്ട്. എന്നെയും നിങ്ങളെയും സ്വർഗം തെരഞ്ഞെടുത്തെങ്കിൽ, നമ്മുടെ കുറവുകളോടുകൂടി ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ കുറവുകളുള്ള ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളെ അതേ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സ്വർഗം നമ്മളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത് സ്വർഗത്തിൻ്റെ സ്വഭാവമാണ്. ഈ സ്വർഗീയ സ്വഭാവത്തിനെതിരെ നമുക്ക് പോകാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും, നിലപാടുകൾ എടുക്കാൻ പറ്റും. പക്ഷേ സ്വർഗത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിർദോഷകരായിട്ട് വ്യാപരിക്കാൻ പറ്റില്ല, കുറ്റമറ്റവരായിട്ട് വ്യാപരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് റോമ 8:33 വചനം ചോദിക്കുന്നുണ്ട്, ഞാൻ തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? കുറ്റമില്ലാഞ്ഞിട്ടാണോ, കുറവില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് ആർക്കാ കുറവില്ലാത്തേ? നമ്മുടെ അപ്പനും അമ്മയ്ക്കൊക്കെ കുറവില്ലാത്തതായിട്ട് എവിടെയാ ഉള്ളേ? എല്ലാവർക്കും കുറവുണ്ടെന്നേ. നമുക്ക് കുറവില്ലേ? നമ്മൾ പെർഫെക്റ്റ് ആണ്. നമ്മൾ സ്വർഗത്തിൽ നിന്ന് കയർ കെട്ടി ഇറക്കപ്പെട്ടവരാണ്. നമ്മുടെ കുറവുകളോടും നമ്മുടെ ബലഹീനതകളോടും നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളോടും കൂടി നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളി, മാതാപിതാക്കളൊക്കെ നമ്മളെ സഹിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ആ കുടുംബത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്നേഹം ആവശ്യമുള്ള, നമ്മുടെ സാന്നിധ്യം ആവശ്യമുള്ള, നമ്മുടെ പരിഗണന ആവശ്യമുള്ള, നമ്മുടെ ഒരു നല്ല വാക്ക് ആവശ്യമുള്ള നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പായി കണ്ട് അവരെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? എത്ര കുടുംബങ്ങളിലാണെന്നറിയോ മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ക്യാൻസറിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു പ്രായമായ മാതാപിതാക്കളെ നോക്കുന്ന ഒരു വൃദ്ധസദനമുണ്ട്. ഇവിടെ മാത്രമാണോ? ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് ചെല്ലുമ്പോൾ, ചില കുടുംബങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അവരോട് സംസാരിക്കുമ്പോൾ അച്ഛാ, ഇവിടെ കിടക്കുന്നതിലും പോയതും വല്ല വൃദ്ധസദനത്തിൽ പോയി കിടക്കുന്നതാണ് വെച്ചാൽ നല്ലത്. കാരണം എന്താ? സ്വന്തം മക്കളും കൊച്ചുമക്കളാൽ പോലും അത്ര കണ്ട് അവഗണിക്കപ്പെട്ടിട്ട്, തിരസ്കരിക്കപ്പെട്ടിട്ട് അതിൻ്റെ മുറിവും വേദനയും പേറിക്കൊണ്ട് കഴിയുക. കാരണം എന്താ? മക്കളും കൊച്ചുമക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ പ്രായമായ മാതാപിതാക്കളോട് അവഗണനയുടെ സ്വരം സംസാരിക്കുന്നത്, മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അച്ഛാ, ഇവിടെ കിടക്കുന്നതിനേക്കാളും ഭേദം വല്ല വൃദ്ധസദനത്തിൽ പോയി കിടക്കുന്നതാ. സമാധാനം ഉണ്ടാകുമല്ലോ, സമാധാനം ഉണ്ടാകുമല്ലോ.
ഒരല്പം പോലും സമാധാനം സ്വന്തം കുടുംബത്തിൽ മക്കളിൽ നിന്ന് ലഭിക്കുന്നില്ല. കൊച്ചുമക്കളെ പോലും പറഞ്ഞു പഠിപ്പിച്ചേക്ക മാതാപിതാക്കൾ ദുഷിച്ചവരാണെന്ന്. ആലോചിച്ച് നോക്കിയേ, എന്തൊരവസ്ഥയാണ്. പത്രം കണ്ട് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പരമോന്നതമായ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ മാതൃകയാണ്. ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ കരമുയർത്തിയിട്ട് സ്വരമുയർത്തിയിട്ട് നിർദോഷകരായി വ്യാപരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പുകളെ നിരന്തരം മാനിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.